ഇനി നമ്മൾ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ ഞവര അരി എടുത്തിട്ടുണ്ട്. ഞവര അരി പ്രമേഹ രോഗ ചികിത്സയ്ക്കായിട്ട് പണ്ടുകാലം മുതൽ ഉപയോഗിക്കുന്നതാണ് ഞവര അരി. രോഗം വന്ന് കടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ക്ഷീണം, ആ രോഗം കൊണ്ടുണ്ടാകുന്ന ക്ഷീണവും മറ്റും മാറാനും സുഖപ്രാപ്തി ഉണ്ടാകാനും ഞവര അരി സഹായിക്കും. രോഗം വരാത്തവർക്കാണെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ ഈ കഞ്ഞി ഉപയോഗിക്കുകയാണെങ്കിൽ രോഗം വരാതെ ശരീരം ആരോഗ്യപ്രദമായിരിക്കുകയും ചെയ്യും. തവിടൊക്കെ നല്ല കൂടുതലുള്ള പോഷകപ്രദമായ മെഡിസിനൽ വാല്യൂ ഉള്ള അരിയാണ് ഞവര അരി. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഞവര അരി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് സൂചി ഗോതമ്പ് എടുത്തിരിക്കുകയാണ്. സൂചി ഗോതമ്പ് നുറുക്കെന്ന് പറയുമ്പോൾ അത് ഫൈബർ റിച്ചാണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപയറാണ്. ശരീരം തണുക്കാനും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സ്റ്റാർച്ചിൻ്റെ അളവ് ഒന്ന് ക്രമീകരിക്കാനും നമുക്ക് ഈ ചെറുപയർ സഹായിക്കും. നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. വളരെ ചെറിയ ഒരളവിൽ, 1/4 കപ്പ് പോലും ഇല്ല, അതിലും ചെറിയ അളവിലാണ് നമ്മൾ ഉലുവ എടുത്തേക്കുന്നത്. ഉലുവയുടെ മെഡിസിനൽ വാല്യൂ എല്ലാവർക്കും അറിയാം. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ വായു സംബന്ധമായ അസുഖങ്ങൾക്കും എല്ലാം ഉലുവ സഹായകമാണ്. അപ്പോൾ ഉലുവയ്ക്ക് കയ്പ്പാണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഈ കഞ്ഞി കയ്പ്പായിരിക്കുമോ? ഒരിക്കലുമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ ചെറിയ അളവ് ഉലുവ ചേർക്കുന്നത്. അതുകൊണ്ട് ഉലുവയുടെ കയ്പ്പൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ മെഡിസിനൽ വാല്യൂ ലഭിക്കുകയും ചെയ്യും. ഇനി അടുത്തത് ഒരല്പം ജീരകം പൊടിച്ചതാണ്. ഇത് ചിലപ്പോൾ ചിലർക്ക് ഈ ഗോതമ്പും ചെറുപയറൊക്കെ കഴിക്കുമ്പോഴത്തേക്കും വായു ശോഭിക്കാനുണ്ട്. അപ്പോൾ ആ വായു സംബന്ധമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ടേസ്റ്റ് വർദ്ധിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ജീരകപ്പൊടി ചേർക്കുന്നത്. അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പീരയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങാപ്പീര ഒഴിവാക്കാം. അല്ലാണ്ട് തന്നെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ ടേസ്റ്റിനായിട്ട് നമുക്ക് തേങ്ങാപ്പീര എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്തും ഫൈബറൊക്കെ ഉണ്ട്, പിന്നെ ഓയിലിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് രോഗം മൂർച്ഛിച്ച് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങാപ്പീരയും ജീരകവും മാറ്റി വയ്ക്കുക. ബാക്കി 4 ഇൻഗ്രീഡിയൻസ്, അതായത് ഒരു ബൗള് ഞവര അരി, 3/4 ബൗള് സൂചി ഗോതമ്പ്, 3/4 ബൗള് ചെറുപയർ, വളരെ ചെറിയ അളവിൽ ഉലുവ, എല്ലാം കൂടെ ഒരു ബൗളിലാക്കുന്നു. ഇനി അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേണം വേവിക്കാനായിട്ട്. കുഴപ്പമില്ല. കഴുകി 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഇൻഗ്രീഡിയൻസ് കുക്കറിലേക്ക് മാറ്റുകയാണ്. ഉണ്ട് തുടങ്ങിക്കോ. ഇത്രയും അരിയുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബൗളിന് ഏകദേശം 3/4 ഭാഗത്തോളമാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി എടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ബൗളിന് 2 ബൗൾ വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇങ്ങനെയാണ് എൻ്റെ വെള്ളത്തിൻ്റെ അവസ്ഥ. നമ്മൾ കുക്കറിനകത്ത് 7-8 വിസിലടുപ്പിച്ച് നല്ലവണ്ണം കഞ്ഞി വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം പീരയും. ഇത് പാലായിട്ടൊക്കെ പിഴിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ പീരയായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇനി രോഗം വരാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത് പോഷകസമ്പുഷ്ടമായൊരു ആഹാരമായിട്ട് ഇത് അല്പം ചക്കരയൊക്കെ ഉരുക്കി ചേർത്ത് കുറേയും കൂടെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ പീരയുടെ അളവ് ഞാൻ വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത്. കുറച്ചുകൂടി പീരയൊക്കെ എടുത്ത് അതിൽ പാല് പിഴിഞ്ഞാണ് ചേർത്തിട്ട് ചക്കരയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. നോക്കൂ, ഞവരക്കഞ്ഞി
പരമ്പരാഗതമായി കേരളത്തിൽ പ്രമേഹ രോഗത്തിനെതിരെ ഉപയോഗിച്ചിരുന്ന ഞവരക്കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കോരി കഴിക്കാവുന്നതാണ്. ഇനി കറിയായിട്ട് കറിയൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചമ്മന്തി കൂട്ടി കഴിക്കാം. പലപ്പോഴും നമ്മൾ ഒത്തിരി സാലറി കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് തീന്മേശയിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും രോഗങ്ങൾ നമുക്ക് അധികമായിട്ട് വരുന്നത്. ഭക്ഷണകാര്യത്തിൽ നമ്മൾ എന്തുമാത്രം ലാളിത്യം സ്വീകരിക്കുന്നു അത്രയും നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുമെന്നുള്ള കാര്യം ഓർക്കുക. പോഷക സമ്പുഷ്ടമായ ഞവരക്കഞ്ഞി